കേരള തീരത്ത് തീ പിടിച്ച കപ്പലിൽ രക്ഷാദൌത്യം ദുഷ്കരം. കത്തുന്ന വസ്തുക്കളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോഴിക്കോടിനും കൊച്ചിക്കുമിടയിലുമുള്ള തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താൻ സാധ്യതയുണ്ട്. കടലിൽ വീണ 4 നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മംഗലാപുരത്ത് ചികിത്സയിലുള്ള 18 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. നമ്മുടെ പ്രതിനിധികൾ ചേരുകയാണ്. ആദ്യം നമുക്ക് കൊച്ചിയിലേക്ക് പോകാം. കിരൺ കുമാർ ചേരുന്നുണ്ട്. കിരൺ, നിലവിലെ സ്ഥിതി എങ്ങനെയാണ്? രോഹിണി, ഈ അപകടത്തിൽപ്പെട്ട വാൻഹായ് കപ്പലിലെ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് തന്നെ ഈ കപ്പലിൽ നിന്ന് താഴേക്ക്, അതായത് വെള്ളത്തിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ അത് കേരളത്തിൻ്റെ തീരമേഖലകളിലേക്ക് ഒഴുകിയെത്താനുള്ള സാധ്യതകളും തള്ളിക്കളയാൻ കഴിയില്ല. ഇതൊരു വലിയൊരു ആശങ്കയായി തന്നെ തുടരുകയാണ്. പ്രത്യേകിച്ച് കേരള തീരങ്ങളിലേക്ക്, ഈ കൊച്ചി അടക്കമുള്ള സ്ഥലങ്ങളിലേക്ക് ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള ഒരു സാധ്യത തന്നെയാണ് കണക്കൂട്ടപ്പെടുന്നത്. നിലവിലിപ്പോൾ ഈ കണ്ടെയ്നറുകൾ, അതായത് കടലിലേക്ക് വീണിട്ടുള്ള കണ്ടെയ്നറുകൾ ഒഴുകുന്നത് ഈ തെക്ക് കിഴക്കൻ ദിശയിലേക്കാണ്. ഈ ഒരു സാഹചര്യത്തിൽ തന്നെ ഇത് കൊച്ചിയിലേക്ക് എത്താനുള്ള ഒരു സാധ്യത തള്ളിക്കളയാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ കൊച്ചിയിലും തൃശ്ശൂരിലുമൊക്കെ തീരപ്രദേശങ്ങളിൽ ജാഗ്രത തുടരുകയാണ്. കൂടാതെ തന്നെ കഴിഞ്ഞ ദിവസം കേന്ദ്ര ഷിപ്പിംഗ് ഡയറക്ടർ അടക്കമുള്ള ആളുകൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയിലെ ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തിയിരുന്നു. നേരത്തെ ഈ ലൈബീരിയൻ കപ്പലായിട്ടുള്ള എൽസ 3 അപകടം ഉണ്ടായതിനെ തുടർന്ന് പിന്നീട് തീരത്തേക്ക് മാലിന്യങ്ങൾ അടിഞ്ഞ ഒരു സാഹചര്യം, അല്ലെങ്കിൽ ഈ കണ്ടെയ്നറുകൾ അടിഞ്ഞ ഒരു സാഹചര്യം ഈ കപ്പലിൻ്റെ അപകടത്തെ തുടർന്നുണ്ടാകില്ല എന്നുള്ളൊരു വിലയിരുത്തൽ ഉണ്ടാകുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ കണ്ടെയ്നറുകളെല്ലാം തന്നെ ശ്രീലങ്കയുടെ ഭാഗത്തേക്ക് ഒഴുകിപ്പോകാനുള്ളൊരു സാധ്യതയാണ് കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത്. എന്നിരുന്നാൽ പോലും ഈ ജാഗ്രത ഒരു തരത്തിലും കുറക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും തരത്തിൽ ഈ സംശയകരമായിട്ടുള്ള സാധനങ്ങൾ തീരത്തേക്ക് അടിഞ്ഞെത്തുകയാണെങ്കിൽ ഇതിന് സമീപത്തേക്ക് പോകരുത്, 200 മീറ്ററിലധികം അകലം പാലിക്കണം എന്നുള്ളൊരു നിർദ്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഏതായാലും ഈ കപ്പലിലെ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കപ്പലിൽ അപകടകരമായിട്ടുള്ള വസ്തുക്കൾ തന്നെയാണ് ഉള്ളത് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ സാധനങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങളിൽ ഇനിയും വ്യക്തത ലഭിക്കേണ്ടതുണ്ട്. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള രാസവസ്തുക്കളുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നേരത്തെ കേന്ദ്രം സംസ്ഥാനത്തിന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും 157 തരം വസ്തുക്കൾ ഈ കപ്പലിൻ്റെ ഉള്ളിലുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ കണ്ടെത്തേണ്ടതുണ്ട്. ഏതായാലും നിലവിലിപ്പോൾ ഈ കപ്പൽ തീയണക്കുന്നതിന് വേണ്ടി നാവികസേനയുടെ രക്ഷാപ്രവർത്തനം തുടരുകയാണ്. ഈ കപ്പലിൽ ഉള്ള വസ്തുക്കൾ, ചരക്കുകൾ, അതെല്ലാം തന്നെ അപകടകരമായ വസ്തുക്കളാണ് എന്നുള്ളൊരു കാര്യം നേരത്തെ സൂചിപ്പിച്ചിരുന്നതാണ്. ക്ലാസ് 3, അതോടൊപ്പം തന്നെ ക്ലാസ് 4.1, 4.2, 4.6 എന്നീ ഈ ക്ലാസ്സുകളിലുള്ള വസ്തുക്കളാണ്. അതുകൊണ്ട് തന്നെ ഇത് കൂടുതലായി തന്നെ തീപിടിക്കാനോ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാനുള്ള സാധ്യതകളുണ്ട്. ഇന്നലെയും ഈ കപ്പലിൽ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ തീ അണക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നേവിയുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. ഈ കപ്പലിന് സമീപത്തേക്ക് ചെന്നുകൊണ്ട് തീ അണക്കാനായിട്ടുള്ള ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിട്ടില്ല. വളരെ ശക്തമായ തീ ഉയരുന്നുണ്ട്. ഒപ്പം തന്നെ ഈ കപ്പലിനെ സംബന്ധിച്ചാണെങ്കിൽ അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായി തന്നെ നിലച്ച ഒരു സാഹചര്യമാണ് ഉള്ളത്. എന്നിരുന്നാൽ പോലും കപ്പൽ തന്നെത്താൻ ഒഴുകി നീങ്ങുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇന്നലെ ഈ തിങ്കളാഴ്ച ഈ അപകടത്തിൽപ്പെടുന്ന സമയത്ത് കപ്പലുണ്ടായിരുന്ന ദിശയിൽ നിന്ന്, ആ ഭാഗത്ത് നിന്നും ഏകദേശം 1 കിലോമീറ്ററിലധികം കപ്പൽ ഒഴുകി നീങ്ങിയതായിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തെക്ക് മേഖലയിലേക്ക്, തെക്കൻ ദിശയിലേക്കാണ് ഒഴുകിയിരിക്കുന്നത്. ഏതായാലും ഇനിയും കപ്പലിൽ നിന്നുള്ള തീ ഉയർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ ഈ കപ്പലിലെ തീ അണക്കാനായിട്ടുള്ള ശ്രമം തുടരുന്നു. അതേസമയത്ത് തന്നെ കപ്പലിൽ നിന്നുള്ള വസ്തുക്കൾ, രാസവസ്തുക്കൾ, അത് കേരള തീരങ്ങളിലേക്ക് ഒഴുകിയെത്തിയാൽ അത് നേരിടുന്നതിന് വേണ്ടിയുള്ള ഒരു മുന്നൊരുക്കങ്ങളും ഏതായാലും സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിട്ടുണ്ട്. ശരി കിരൺ. കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷ് കൂടി ചേരുന്നുണ്ട്. ദിസ്ന, ഈ കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലേക്കുള്ള തീരത്തേക്കായിരിക്കും ഈ കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട് എന്നാണ് നിലവിൽ അനുമാനിക്കുന്നത്. അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണോ നടക്കുന്നത്? കൊച്ചിയിൽ അതിനുള്ള മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നാണ് കിരൺകുമാർ അവിടെ നിന്നും നൽകുന്ന വിവരം. കോഴിക്കോട്ടെ തീരങ്ങൾ സംബന്ധിച്ചുള്ള സാഹചര്യം എങ്ങനെയാണ്? അതോടൊപ്പം ഈ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരുടെ ആരോഗ്യനില കൂടി.
തീർച്ചയായും രോഹിണി, ആദ്യം പറയേണ്ടത് ഈ മണിക്കൂറുകൾ നീണ്ട രക്ഷാപ്രവർത്തനം അതിൽ തീ അണയ്ക്കാൻ കഴിയുന്നില്ല എന്ന് തന്നെ വലിയ ആശങ്ക ഉണർത്തുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് ഈ 4 നാവികരെ കൂടി കണ്ടെത്തേണ്ടതുണ്ട്. നമുക്കറിയാൻ സാധിച്ചിരിക്കുന്നത് ഇതിന്റെ അകത്തുള്ള വസ്തുക്കൾ, ഈ കണ്ടെയ്നറുകൾ ഉൾപ്പെടെയുള്ള വസ്തുക്കൾ എടുത്തു നീക്കുകയോ അല്ലെങ്കിൽ ഈ കപ്പലിലെ ഓക്സിജന്റെ സാന്നിധ്യം ഇല്ലാതാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് രോഹിണി. ഇപ്പോൾ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ കപ്പൽ തണുപ്പിക്കുക, അതായത് വാട്ടർ ജെറ്റ് ഉപയോഗിച്ച് ഈ കപ്പൽ തണുപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇന്നലെ മുതൽ നാവികസേനയുടെ ഒക്കെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള ശ്രമം നടന്നിരുന്നു. പക്ഷേ അതെല്ലാം തന്നെ വിജയിക്കാത്ത അല്ലെങ്കിൽ തീ അണയ്ക്കാൻ കഴിയാത്ത ഒരു സാഹചര്യത്തിലേക്ക് മാറുന്നൊരവസ്ഥയാണ് നിലവിലുള്ളത്. മാത്രമല്ല നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ഇതിലെ വസ്തുക്കൾ വലിയ രീതിയിൽ പൊട്ടിത്തെറി ഉണ്ടാക്കും എന്നൊരു നിഗമനത്തിൽ തന്നെയാണ് ഇപ്പോഴും ഉദ്യോഗസ്ഥർ ഉള്ളത് എന്ന് തന്നെയാണ്. എന്തായാലും ആ ശ്രമം ഒരു വഴിക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഈ കാണാതായ 4 നാവികരെ കണ്ടെത്തുവാനുള്ള ശ്രമവും ഊർജ്ജമായി നടക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഈ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 18 പേരുടെ ആരോഗ്യനില കുഴപ്പമില്ലാതെ തുടരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. അതിൽ 2 പേരുടെ, അതായത് ചൈനീസ് പൗരന്മാരിൽ ഒരാളുടെയും മറ്റൊരാളുടെയും ആരോഗ്യനിലയിൽ, അതായത് ആന്തരിക അവയവങ്ങളിലൊക്കെ തന്നെയും വലിയ രീതിയിൽ പൊള്ളലേറ്റിരുന്നു എന്നൊരു കാര്യം തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു ശുഭവാർത്ത തന്നെയാണ് ആശുപത്രിയിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ളത്. അതേസമയത്ത് ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്ക ഈ വാർത്ത എത്തിയിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് രോഹിണി നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ തീരങ്ങളിലൊക്കെ തന്നെയും ഇത് അടിയാനുള്ള സാധ്യതയുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയും ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിലുള്ള ആശങ്കയുണ്ട്. എന്നാൽ അത്തരത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നൊരു കാര്യം തന്നെയാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഈ തീ അണയ്ക്കുവാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ രാത്രിയൊക്കെ തന്നെയും ഈ ശ്രമങ്ങൾ നടന്നിരുന്നു. പക്ഷേ ഈ വെളിച്ചക്കുറവും അതുപോലെ തന്നെ രാത്രിയായ ഒരു സാഹചര്യം ഒക്കെ തന്നെയും അതിനെ പ്രതികൂലമായി ബാധിച്ചിരുന്നു എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും വലിയൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. ആ കണ്ടെയ്നറുകൾ എടുത്തു മാറ്റുകയോ അല്ലെങ്കിൽ അതിന്റെ ഓക്സിജൻ സാന്നിധ്യം ഇല്ലാതാക്കുകയോ ചെയ്താൽ മാത്രമേ ഈ തീ അണയ്ക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു കാര്യം തന്നെയാണ് ഈ അധികൃതരിൽ നിന്നും നമുക്ക് അറിയാൻ സാധിക്കുന്നത്. പക്ഷേ ഈ സേനകൾക്കൊന്നും തന്നെ ഈ കപ്പലിന്റെ അടുത്തേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് നമുക്ക് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഈ കപ്പൽ ചെരിയുവാനുള്ളൊരു സൂചന അല്ലെങ്കിൽ മറിഞ്ഞ കടലിലേക്ക് പതിക്കുവാനുള്ള ഒരു സാധ്യതയുണ്ട് എന്നൊരു വിവരം തന്നെയാണ് നമുക്ക് നിലവിൽ അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് എന്നൊരു ശുഭ വാർത്ത കൂടി ഈ സമയത്ത് നമുക്ക് ലഭ്യമായിട്ടുണ്ട് രോഹിണി. ശരി ദിസ്ന. കേരള തീരത്ത് തീ പിടിച്ച കപ്പലിൽ രക്ഷാദൌത്യം അതീവ ദുഷ്കരമായി തന്നെ തുടരുകയാണ്. കത്തുന്ന വസ്തുക്കളാണ് പ്രതിസന്ധി സൃഷ്ടിക്കുന്നത്. കോഴിക്കോടിനും കൊച്ചിക്കും ഇടയിലുള്ള തീരത്തേക്ക് കണ്ടെയ്നറുകൾ ഒഴുകിയെത്താനുള്ള സാധ്യതയുണ്ട്. അതോടൊപ്പം ഈ കടലിൽ വീണ 4 നാവികർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. മംഗലാപുരത്ത് ചികിത്സയിലുള്ള 18 പേരിൽ 2 പേരുടെ നില ഗുരുതരമായി തന്നെ തുടരുന്നു. കൊച്ചിയിൽ നിന്ന് കിരൺകുമാറും കോഴിക്കോട് നിന്ന് ദിസ്ന സുരേഷുമാണ് വിവരങ്ങൾ നൽകിയത്.